റാം കെയർ ഓഫ് ആനന്ദി. രചന അഖിൽ പി ധർമ്മജ. ഭാഗം 1. 2018 ജനുവരി 23, 5:45 AM. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുൻപുള്ള ആവടി എന്ന ചെറിയ റെയിൽവേ സ്റ്റേഷൻ. അതിരാവിലെ ട്രാക്കിലും ട്രാക്കിൻ്റെ പരിസരത്തുമൊക്കെയായി വെളിക്കിറങ്ങാനിരുന്നവർ സുരക്ഷിതമായ മറ്റു സ്ഥാനങ്ങളിലേക്ക് മാറിയിരുന്നു. ഹോൺ മുഴക്കി വേഗത കുറച്ച് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ആലപ്പി ചെന്നൈ എക്സ്പ്രസ് വന്നു നിൽക്കുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള ആളുകളുടെ തിരക്ക് വാതിലിനരികിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ട്രെയിൻ നിൽക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ തിക്കിത്തിരക്കി ഇറങ്ങിത്തുടങ്ങി. ചെന്നൈ സിറ്റിയുടെ ഔട്ടറിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമൊക്കെയാണ് സാധാരണ ആ സ്റ്റേഷൻ ഉപയോഗിക്കാറുള്ളത്. തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞെരിങ്ങമർന്ന ബാഗുകളുമായി ഒരു വിധത്തിൽ ശ്രീരാമും പുറത്തേക്കിറങ്ങി. വലിയ കേടുപാടുകളൊന്നുമില്ലാതെ പുറത്തേക്കിറങ്ങിയ സമാധാനത്തിൽ അവൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്ന് നടുനിവർത്തി. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആളുകളൊക്കെയും നിമിഷ നേരം കൊണ്ട് പല ഭാഗത്തേക്കും ചിതറിപ്പോയി. ആ സമയത്ത് ട്രെയിൻ ഹോൺ മുഴക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നീങ്ങി തുടങ്ങിയിരുന്നു. ചുമലിലും തോളിൻ്റെ ഇരുവശങ്ങളിലും തൂക്കിയിട്ടിരുന്ന ബാഗുകൾ നിലത്തേക്ക് ഊരി വെച്ചിട്ട് അവൻ പ്ലാറ്റ്ഫോമിൽ മൊത്തമായി ഒന്ന് കണ്ണോടിച്ചു നോക്കി. തന്നെ കൂട്ടുവാനായി ബിനീഷേട്ടൻ എത്തിയിട്ടില്ല. നിലത്തിരിക്കുന്ന ബാഗുകൾ സമീപത്തെ സിബൻ്റെ ബെഞ്ചിലേക്ക് കയറ്റി വെച്ച് പ്ലാറ്റ്ഫോമിലെ ഡ്രിങ്കിങ് വാട്ടർ ടാപ്പിനരികിലേക്ക് മുഖം കഴുകാനായി ശ്രീരാം നടന്നു. ടാപ്പ് തുറന്നതും ഷ് എന്നുള്ള ശബ്ദം മാത്രം കേട്ടു. ടാപ്പിൽ 2 വട്ടം തട്ടി നോക്കിയപ്പോൾ കേട്ട ശബ്ദത്തിൽ വ്യത്യാസമുണ്ടായതല്ലാതെ വെള്ളം വന്നില്ല. മുഖം കഴുകാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് അവൻ ബാഗുകൾ വെച്ചിരുന്ന ബെഞ്ചിലേക്ക് പോയിരുന്നു. തൻ്റെ എതിർവശത്തുള്ള ട്രാക്കിൽ ഒരാൾ ഒരു കുപ്പി വെള്ളവുമായി ബീഡിയും വലിച്ച് കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിച്ചു. ദൂരേക്ക് മാറിയും ചില ആളുകൾ 2 ട്രാക്കുകളുടെ നടുഭാഗത്തും ട്രാക്കിനുള്ളിലുമൊക്കെയായി കാര്യം സാധിക്കുവാൻ വേണ്ടി കുത്തിയിരിപ്പുണ്ട്. സമീപത്തുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് നോക്കി. അത് താഴിട്ട് പൂട്ടിയിരിക്കുന്നു. എന്തായാലും തമിഴ്നാട്ടിലെ ആദ്യത്തെ കണി കൊള്ളാം, ശ്രീരാം സ്വയം പെറുകൊടുത്തു. ഫോൺ എടുത്ത് അതിൽ 1 മണിക്കൂർ മുമ്പേ വിളിച്ച ബിനീഷേട്ടൻ്റെ നമ്പർ ഒരിക്കൽ കൂടി ഡയൽ ചെയ്തു. പിന്നല്ലേ, നിങ്ങളിത് എവിടെ മനുഷ്യ? ഞാനിവിടെ കുറേ അപ്പി ടീംസിൻ്റെ നടുവിലാണ്. അതൊക്കെ ഇവിടെ സർവ്വസാധാരണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന റോഡിലേക്ക് വന്ന് നിൽക്ക്. ഏത്? ആ SBIയുടെ ATM കാണുന്ന പാത്ര റോഡാണോ? ആ അത് തന്നെ, അങ്ങോട്ടേക്ക് പോരെ, ഞാൻ ദേ ഇപ്പം എത്തും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. കോൾ കട്ടായതും ചുറ്റുപാട് ഒരിക്കൽ കൂടി നിരീക്ഷിച്ചിട്ട് ബാഗുകളും എടുത്ത് ശ്രീരാം എതിർവശത്തുള്ള റോഡ് ലക്ഷ്യമാക്കി നടന്നു. 9 വർഷത്തോളമായി ചെന്നൈയിലെ DHL IT പാർക്കിലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ബിനീഷേട്ടൻ. ഏറ്റവും സുഹൃത്തായ മനീഷിൻ്റെ ചേട്ടനായതിനാൽ ശ്രീരാമിനും സഹോദര സ്നേഹം അയാളോടുണ്ടായിരുന്നു. 30 വയസ്സായെങ്കിലും വീട്ടുകാരുടെ കല്യാണക്കെണിയിലൊന്നും വീഴാതെ ബാച്ചലർ ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനായിരുന്നു ബിനീഷേട്ടൻ. പഴനിയിലും രാമേശ്വരത്തും ക്ഷേത്ര സന്ദർശനത്തിന് കുടുംബസമേതം പലപ്പോഴായി പോയിട്ടുണ്ടെങ്കിലും സിനിമാ പഠനത്തിന് തമിഴ്നാട് തിരഞ്ഞെടുക്കുമ്പോൾ ഏകധൈര്യം ബിനീഷേട്ടൻ ചെന്നൈയിലുള്ളതായിരുന്നു. എതിർവശത്തുള്ള റോഡിലേക്ക് അവൻ നടന്നെത്തിയതും റോഡിൻ്റെ ആരംഭത്തിൽ കാണുന്ന SBIയുടെ ATM കൗണ്ടറിൻ്റെ മുന്നിൽ ഒരു കറുത്ത ക്ലാസിക് ബുള്ളറ്റിൽ ചാരി നിൽക്കുന്ന ബിനീഷേട്ടനെ കണ്ടു. ഓയ് ബിനീഷേട്ടാ! അവൻ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. എന്തുവാടത്? നാട്ടിൽ നിന്റെ സാധനം മൊത്തം ഇങ്ങ് കൊണ്ടുവന്നോ? ഇതിപ്പോൾ ഒരുപാട് ബാഗുണ്ടല്ലോ. അവൻ്റെ വലിയ 3 ബാഗുകൾ കണ്ട് അയാൾ അമ്പരന്നു. ഒരു വഴിക്ക് പോകുമല്ലേ, എൻ്റെ സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കി ഇങ്ങെടുത്തേച്ചു. ശരി ശരി, സമയം കളയണ്ട, നമുക്ക് ഫ്ലാറ്റിലോട്ട് പോകാം. കുറച്ച് കഴിഞ്ഞാൽ റോഡിലാകെ നല്ല തിരക്കാവും. ശ്രീരാം നിലത്തേക്ക് വെച്ച ബാഗുകളിൽ ഒന്നെടുത്ത് തൻ്റെ തോളിലേക്ക് ക്രോസ് ആയി ഇട്ടുകൊണ്ട് ബിനീഷേട്ടൻ പറഞ്ഞു. ഒരു പൊട്ടലോടെ എൻഫീൽഡ് ക്ലാസിക് 350 ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ബാഗുകൾ താങ്ങിക്കൊണ്ട് റാം ബൈക്കിൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. ആക്സിലേറ്റർ കൂട്ടി ഒന്ന് ശബ്ദമുണ്ടാക്കിയ ശേഷം ഫസ്റ്റ് ഗിയറിൽ ബിനീഷേട്ടൻ ബൈക്ക് മുന്നോട്ടെടുത്തു. ബുള്ളറ്റിൻ്റെ പിൻസീറ്റിലിരുന്ന് അവൻ ചെന്നൈ നഗരത്തെ ആകെ നോക്കിക്കണ്ടു.